സ്വർഗഗേ വിരുദിനായി ലോകേ ഞാനൻ ഓട്ടം തികച്ചു സ്വർഗഗേ വിരുദിനായി പറന്നിടും പരനേശ് രാജൻ സന്നിധം പറന്നിടും പരനേശ് രാജൻ സന്നിധം ദൂതസംഗമാകവേ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. കൈകളാൽ തീർക്കപ്പെടാത്തതാ പുതുശാലെ നഗരമതിൽ കൈകളാൽ തീർക്കപ്പെടാത്തതാ പുതുശാലെ നഗരമതിൽ സദാകാലം ഞാൻ മണവാട്ടിയ പരനോട് കൂടെ വാഴുമേ. ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നാദൻ തീർക്കാൻ സേവ ചെയ്തതാ താതനെന്നെ മാനിക്കുവാനാ താതൻ തീർക്കാൻ സേവ ചെയ്തതാ താതനെന്നെ മാനിക്കുവാനാ തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിയിടും കിരീടങ്ങളാ തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിയിടും കിരീടങ്ങളാ ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ
മരണദൂതൻ എൻ്റെ പിന്നാലെ വന്നപ്പോ ഞാൻ എല്ലാ ഭാഗത്തേക്കും സൂക്ഷിച്ചു നോക്കി. എൻ്റെ സഹായത്തിന് ആരെയും ഞാൻ കണ്ടില്ല. തന്നോടപേക്ഷിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നവനായ കർത്താവേ, നിന്റെ ദൈവത്വത്തിന്റെ വലതുഭാഗത്ത് എന്നെ നിർത്തേണമേ. വത്സലരേ, സത്യം ഭയമാർന്നിടുന്നേ. അങ്ങയുടെ മഹത്വപ്പെട്ട ദൈവത്തിന്റെ നിഗൂഢവും സ്ഥിരവുമായ ശക്തിയെ അങ്ങനെ സൃഷ്ടിച്ചതായ ലോകങ്ങളിലും നാം ഏറ്റുപറയുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുക. നിങ്ങളുടെ മരണത്തിന്റെയും ജീവന്റെയും നാഥനായ പിതാവും പുത്രനും ൂഹായുമായുള്ളവേ, എന്റെ രക്ഷയുടെ ദൈവമായ യഹോവേ, ഞാൻ രാവും പകലും തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു. എന്റെ രക്ഷയുടെ ദൈവമായ യഹോവേ, ഞാൻ രാവും പകലും തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു. എന്റെ പ്രാണൻ കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്റെ ജീവൻ പാതാളത്തോട് സമീപിക്കുന്നു. ശവക്കുഴിയിൽ കിടക്കുന്ന ഹതന്മാരെ പോലെ എന്നെ മരിച്ചവരുടെ കൂട്ടത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. അവരെ നീ പിന്നെ ഓർക്കുന്നില്ല. അവർ നിന്റെ കയ്യിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു. നിന്റെ ക്രോധം എന്റെ മേൽ ഭാരമായിരിക്കുന്നു. നിന്റെ എല്ലാ തിരകളും കൊണ്ട് നീ എന്നെ വലച്ചിരിക്കുന്നു. എന്റെ കണ്ണ് കഷ്ടത ഹേതുവായി ക്ഷയിച്ചു പോകുന്നു. യഹോവേ, ഞാൻ ദിവസം പ്രതിയും നിന്നെ വിളിച്ചപേക്ഷിക്കുകയും പിതാവിനും പുത്രനും റൂഹാദുസാക്കും സ്തുതി. അനാദി മുതൽ എന്നേക്കും ആമീൻ ആമീൻ. ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. ദുഃഖം ഞെരുക്കം സങ്കട ഏതുമില്ല നിത്യജീവൻ വാഴും നീടത്ത് രാജൻ സിഹായേ നിന്നോട് ശുദ്ധരോടു കൂടെ ഈ ദാസന്റെ ആത്മാവിനെ ആശ്വസിപ്പിക്കുക.
പിതാവിനും പുത്രനും പരമാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രാജാവാകും മശീഹാ രക്ഷിതാവേ, നിന്നാഗമനത്തിൽ ഞങ്ങളെ ഉയിർപ്പിക്ക. സ്ലീവായിൽ ശരണപ്പെട്ട നീതിമാന്മാർ കൂടെ നിത്യജീവനായി ഞങ്ങളെ വാലമേന്ന് മരിച്ചവരെ ഉയർപ്പിക്കുകയും അടക്കപ്പെട്ടവരുടെ നല്ല പ്രത്യാശയുമായി നിന്നെ ഞങ്ങൾ പുകഴ്ത്തുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ സൃഷ്ടിച്ച ഇരു ലോകങ്ങളിലും അവിടുന്ന് അധികാരിയാകുന്നുവല്ലോ. ഞങ്ങളുടെ മരണത്തിന്റെയും ജീവന്റെയും നാഥനായ പിതാവും പുത്രനും ൂഹാദുപദേശായുമായുള്ളവേ, ഞങ്ങളുടെ ജീവന്റെ കാരണാകുലം ഞങ്ങളുടെ ആത്മാവിലുള്ള പ്രത്യാശിവായി നീ ഭൂമി വാഴ്ത്തപ്പെടുന്നു. കന്യാഗമന നാളിൽ ഉയിർപ്പിച്ചു ദൂതനിൻ പാർപ്പാനൽപായസിൽ നമ്മെ നിർമ്മിച്ചോൻ സ്തുത്യൻ. പുനരുത്ഥാന നാളിൽ ദുഷ്ടർ ശിഷ്ടർ വേർപ്പെടും. ദീപമുള്ളോനാനന്ദം വ്യർത്ഥം നേടുവീർപ്പിടും. മധ്യാദുഃഖിതനാകാൻ കാര്യമെന്ത് ചൊല്ലു നീ? തീര പോലെ നിന്മനം മാറിച്ചല്ലോ ദുഃഖത്താൽ. ആദാമ്യർക്കുയിർ നൽകും ഉള്ളായ്മയിൽ ഗോപ്യനെ, സത്തയിൽ ഉന്നതനെ സ്തുതിയെല്ലാ വായാലും. മണ്ണാൽ എന്നെ മനഞ്ഞു നിൻ സ്വരൂപ പേർ നൽകി. മരിപ്പിക്കും നല്ലോനെ ജീവനിന്നു തള്ളല്ലേ. നമ്മോടുകൂടെ സമാധാനം. അങ്ങയുടെ കർത്തൃത്തിന് ആരാധനയെ മാതൃപ്പെട്ട കുടുംബത്തിലെ ഞങ്ങളെ ആരാധന ഞങ്ങളുടെ മനസ്സിലെ ജീവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. മനുഷ്യന്റെ ആയുസ് പുല്ല് പോലെയാകുന്നു, അരികെ പൂ പോലെ തൂക്കുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ല് പോലെയാകുന്നു, വയലിലെ പൂ പോലെ തൂക്കുന്നു. മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. തന്റെ സിംഹാസനത്തെ സ്വർഗ്ഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവര് രാജ്യത്തെ സകലത്തെയും ഭരിക്കുന്നു. ഇതാണ് പുത്രനും പരിശുദ്ധാത്മാവുമേ. നമ്മോടുകൂടെ സമാധാനം. തന്റെ വചനത്താൽ സകലത്തെയും ജീവിപ്പിക്കുന്നവനും തന്റെ കനിലാസകലത്തെയും ഉയർപ്പിക്കുന്നവനുമായുള്ളവേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഞങ്ങളുടെ മരണത്തിന് ജീവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ളവേ. കർത്താവേ, ശരിയാക്കുന്നവരുടെ നാശം
ശരീരം ധരിച്ച നമ്മെ രക്ഷിച്ചിടുവാൻ പുനരുദ്ധാനത്തമർഗി ധൈര്യമായ പ്രത്യാശ പുത്രനായ ശിവായേ പുനരാഗമനത്തിൽ ദാസന്മാരെ മോചിക്കണേ അങ്ങയുടെ കൃപയാ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്ക് വേണ്ടി ലോകാരംഭത്തിൽ ഞങ്ങളെ നീ നിന്റെ കൃപയാലെ ഞങ്ങളുടെ വർഗത്തെയും സൃഷ്ടിച്ചുണ്ടാക്കിയല്ലോ. ശോഭധരി തിരിച്ചതിനെ പറുദീസയിൽ വെച്ച് ധിക്കാരത്താൽ പാപം ചെയ്ത് മഹത്വം നഷ്ടപ്പെട്ടു. നിന്റെ പ്രിയ പുത്രനെ അയച്ചതിനടുക്കൽ നിത്യജീവന്റെ വാഗ്ദാനം നിറവേറ്റി കൃപയാ. കർത്താവും ദൈവവുമായുള്ളവൻ ഞങ്ങളോട് കരുണ തോന്നണമേ. കനിവുള്ളവനും കടങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കുന്നവനുമായവനെ, നിന്റെ കൃപയുടെ സമൃദ്ധിയായ കരുണകളാൽ ഞങ്ങളുടെ ലംഘനങ്ങളെ മോചിക്കുകയും മായ്ച്ചു കളയുകയും നീക്കിക്കളയുകയും ചെയ്യണമേ. ഞങ്ങളുടെ മരണത്തിന്റെയും ജീവന്റെയും നാഥനായ പിതാവും പുത്രനും ൂഹാദുപദേശായുമായുള്ളവേ. ശുദ്ധമായ സഹോദരങ്ങളെ, എസ്കേൽ പുസ്തകം 37-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിനെ മേൽ പുറപ്പെടുവിച്ചു താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുമോ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിനെ ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ വിലങ്ങു വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിനെ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ തൊട്ടു പൊങ്ങിയതും കണ്ടു. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലാതെയിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിനെ അവരുടെ മേൽ കൂടുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ചു, ഏറ്റവും വലിയ സൈന്യവുമായി നിവർന്നു നിന്നു. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയുമാകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുമോ, എന്റെ ജനമേ,
ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഞാൻ നിങ്ങളുടെ സ്വദേശത്ത് പാർപ്പിക്കും. യഹോവയെ ഞാൻ അരുളി ചെയ്തു നിവർത്തിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. വായിക്കുമ്പോൾ എല്ലാവരും ചേർന്ന് മരിച്ചവരെ ഉയർത്തിരുന്നവരുടെ നാമത്തിൽ സ്തുതി പറയേണ്ടതാകുന്നു. കർത്താവിന്റെ പേര് കേൾക്കാൻ ഞാൻ പ്രിയപ്പെട്ടു. ഭരണവാസങ്ങൾ എന്നെ വളർന്നിരിക്കുന്നു. എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. ഞാൻ കണ്ടിരിക്കുന്നു. ആത്മാവിനെ രക്ഷിക്കണമേ. ജീവന്റെ വഴിയിൽ നടത്തുമാറാകട്ടെ. തന്നെ ആശ്വസിപ്പിക്കണമേ. തന്നെ എന്റെ ആത്മാവിനെ പ്രവർത്തിക്കണമേ. വഴികളെ മൗനമാക്കണമേ. ശത്രുക്കളെ നശിപ്പിക്കണമേ. ദാസനാകുന്ന ഈ ലോകത്തിന്റെ രൂപം മാറ്റിക്കളയുന്നവനും പുനരുത്ഥാന പ്രത്യാശയിന്മേലുള്ള ആരംഭവുമായി ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവരെ, അങ്ങയുടെ പരിശുദ്ധനാമം സ്വർഗത്തിലും ഭൂമിയിലും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ മരണത്തിന്റെയും ജീവന്റെയും നാഥനായ പിതാവും പുത്രനും ഊഹാദുപുദശായുമായുള്ളവരെ, ആരംഭത്തിന്റെ കാരണഭൂതനും അന്ത്യത്തെ ക്രമീകരിക്കുന്നവനുമായുള്ളവരെ, അങ്ങ് എല്ലായിടത്തും വാഴ്ത്തപ്പെട്ടവനും എല്ലാ സ്ഥലത്തും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ഞങ്ങളുടെ മരണത്തിന്റെയും ജീവന്റെയും നാഥനായ പിതാവും പുത്രനും ഊഹാദുപുദശായുമായുള്ളവരെ, para القداس بالمحلة السماء والأرض سلام نكبركم ونكبر باسمك عليه السماء والأرض سلام. ഇന്നുമുതലെന്നേക്കും ഇതാകുമെന്നേക്കുമായുള്ള എൻ്റെ ആശ്വാസം. എന്നാൽ ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നു. എന്തെന്നാൽ സകല മനുഷ്യരുടെയും വഴി ഇതാകുന്നു. ഞാൻ എൻ്റെ ഭവനം ഉപേക്ഷിച്ചു, എൻ്റെ അവകാശവും ത്യജിച്ചു കളഞ്ഞു. ശാന്തിയോടെ വിശ്രമിക്കാം ക്ഷണികാമാം ഭവനമേ. ആയതിനെ നെടുന്നോർക്ക് നൽകില്ലാതെ രക്ഷയെയും അധ്വാനിച്ച് ഉള്ളവരാം നീതിമാന്മാരായോരെല്ലാം വസിച്ചിടും സ്വഭാവ
കർത്താവിന്റെ വാഴ്വ് നിങ്ങളുടെ മേൽ ശാന്തിയോടെ വിശ്രമിക്ക് സോദരരെ സ്നേഹിതരെ നിങ്ങളുടെ സ്നേഹത്തിനെ പ്രതിഫലം നിങ്ങളെല്ലാം വിശുദ്ധിയ മന്ദിരത്തിൽ നിന്നിടുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർത്ത് കൊള്ളണമേ. സഹോദരി സഹോദരന്മാരെ, രാജ്യത്ത് പ്രകാരം പ്രത്യേക സംസ്കാര ശുശ്രൂഷയിൽ കൂടുതൽ പങ്കെടുക്കാൻ പാടില്ല. ഭവനത്തിലുള്ള ശുശ്രൂഷ ഇവിടെ പൂർണ്ണമായി ഇനി മൃതദേഹം സെമിത്തേരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. സെമിത്തേരിയിൽ അനുവദിക്കുന്ന ഏകദേശം 20 പേരെ ഉണ്ടാകാമെന്നുള്ളതാണ് കാര്യം. എല്ലാവരും മനസ്സിൽ വെക്കണം. ഈ ദാസന് വേണ്ടിയുള്ള 3-ാം ദിവസത്തെ അന്യത ശുശ്രൂഷ 28-ാം തീയതി വ്യാഴാഴ്ചയാണ് നടത്തുന്നത്. ആരാധനാലയങ്ങൾ തുറക്കാൻ പാടില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ രാവിലെ 7 മണിക്ക് ഏറ്റവും അടുത്ത 4 പേർക്ക് മാത്രമേ പങ്കെടുക്കാൻ കഴിയൂ. അതിനുശേഷം സെമിത്തേരിയിൽ അന്യത ശുശ്രൂഷ, അതിന് 20 പേർ പങ്കെടുക്കാം. തുടർന്ന് ഈ ഭവനത്തിൽ മേശ ശുശ്രൂഷ. സഹോദരൻ യാത്ര പറഞ്ഞിറങ്ങുക, നിങ്ങൾ ദുഃഖിക്കരുത്. കാരണം നിങ്ങളുടെ സ്നേഹം സഹധർമ്മിണിയുടെയും മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും സ്നേഹം ദേവീസേട്ടൻ ധാരാളം അനുഭവിച്ചവരാണ്. അതുപോലെ മക്കൾ അപ്പനിൽ നിന്നും സ്നേഹവും കരുതലുമെല്ലാം അനുഭവിച്ചു. ഇനി നമ്മൾ കരഞ്ഞു വിരമിക്കുന്നതിന് അർത്ഥമില്ല. കാരണം നമ്മൾ സമാധാനത്തോടെ യാത്രയാക്കുവാനായിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രാർത്ഥനകളിൽ അദ്ദേഹത്തെ ഓർക്കണം, അപ്പനെ ഓർക്കണം, അപ്പാപ്പനെ ഓർക്കണം. ഇതെല്ലാം നമ്മുടെ ജീവിതമൊക്കെ ഒരു പാരമ്പര്യമാണ്. മാതാപിതാക്കളിൽ നിന്ന് പറഞ്ഞു അത് ആ അനേകം ഗുണങ്ങൾ ദോഷങ്ങൾ അടക്കം മക്കൾ കൊച്ചുമക്കളൊക്കെ കൈമാറി കടന്നു പോവുകയാണ്. അതുകൊണ്ട് ഈ അപ്പൻ ഒരു ജീവിതം മഹാവാക്കിയില്ല. ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾക്ക് പകർന്നു. അതുകൊണ്ട് അപ്പനിലൂടെ ദൈവം നിങ്ങളെ സ്നേഹിച്ചു എന്നുള്ള ഒരു വലിയ ബോധ്യം നിങ്ങൾക്കുണ്ടാകും. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇവിടെ വായിക്കുന്ന പ്രാർത്ഥനകൾ, പറയുന്ന വചനങ്ങളൊന്നും ഈ മരിച്ചു കിടക്കുന്ന ആൾക്ക് വേണ്ടിയുള്ളതല്ല. ജീവനോടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ്. എല്ലാ മനുഷ്യരും ഇങ്ങനെ കടന്നു പോകേണ്ടതില്ല. അതൊരു വലിയ യാഥാർത്ഥ്യം. ജനിച്ചവരെല്ലാം ഈ മരണത്തിന്റെ വഴിയിലൂടെ കടന്നു പോകണം. പക്ഷെ മരണത്തെ അർത്ഥവത്താക്കുന്നതും ബലപ്പെടുത്തുന്നതും കാതലുള്ള കാമ്പ് നിറഞ്ഞ നമ്മുടെ ആത്മീയ ജീവിതമാണ്.
നമ്മുടെ ജീവിതത്തിന്റെ ആ അന്തസ്സും മാന്യതയും ഭദ്രതയും ഒക്കെയാണ് നമ്മെ ഈ ജീവിതം വിട്ട് ഈ ഒരു ഉടുക്കുമാറ്റത്തിലൂടെ മറ്റൊരവസ്ഥയിലേക്ക് കടക്കാൻ നമ്മെ പ്രേരിക്കും. അതിനുവേണ്ടി എല്ലാവരും ഒരുങ്ങണമെന്ന് ഈ ദാസൻ, അപ്പൻ, ഭർത്താവ് അല്ലെങ്കിൽ അപ്പാപ്പൻ അല്ലെങ്കിൽ സഹോദരൻ, അച്ചാച്ചൻ നമ്മളോട് സംസാരിക്കും. അപ്പോൾ ഈ മരണം നമുക്കൊക്കെ ഒരു ദൂതാണ്. ഒരുങ്ങിയിരിക്കുക. ഒരു പെട്ടെന്ന് ആയതുകൊണ്ട് അപ്പൻ സാധാരണഗതിയിൽ നീങ്ങിപ്പോകുന്നു എന്നൊരു ധാരണയിലാണ് നമ്മളൊക്കെ നടന്നിരുന്നത്. പക്ഷെ പെട്ടെന്നായിപ്പോയി ഒരു മുന്നറിയിപ്പില്ലാത്ത തരത്തിൽ അദ്ദേഹം കടന്നുപോയി. ഇത് ഒരു വലിയ ചൂട് വരികയാണ്. നമ്മളൊക്കെ ഒരു മുന്നറിയിപ്പും ആർക്കും തരാത്ത രീതിയിൽ കടന്നു പോകേണ്ടവരാണ്. ആയതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരുങ്ങി ഈ ലോകത്തിൽ വ്യത്യസ്തമായ ഒരു വലിയ റോള് തീർത്തതിന് ശേഷമാണ് ഡേവിസ് പോകുന്നത്. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ റിപ്പയറിംഗിൽ അദ്ദേഹം വലിയൊരു എക്സ്പെർട്ടായിരുന്നു. അതുപോലെ തന്നെ ശബ്ദ സംവിധാനം, മിശ്രണം, അത്തരം കാര്യങ്ങളിലൊക്കെ അദ്ദേഹം വളരെ അറിവുള്ള, വളരെ പരിചയ സമ്പന്നനായ വ്യക്തിയായിരുന്നു. അങ്ങനെ ഈ ലോകത്തിൽ തനിക്ക് ദൈവം നിക്ഷേപിച്ച, തന്നിൽ ദൈവം നിക്ഷേപിച്ച കഴിവുകൾ എല്ലാം ഈ ലോകത്തിന് പകർന്നു കൊടുത്ത് അനേകം ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ കഴിവുകളിൽ വളർന്നു വലുതായിട്ടുണ്ടാകും. അങ്ങനെ ഈ ലോകത്തിൽ തനിക്ക് ദൈവം തന്ന കഴിവുകൾ മറ്റു പലർക്കും പകർന്നു കൊടുത്ത് അദ്ദേഹം ലോകത്തോട് യാത്ര പറയുകയാണ്. പോകുമ്പോൾ അദ്ദേഹത്തിന് നമുക്ക് കൊടുത്തയക്കാനുള്ളത് ഇത് മാത്രമാണ്, നമ്മുടെ പ്രാർത്ഥന. നമ്മളെല്ലാം ബലഹീനരാണ്. അറിയോ അറിയാതെയോ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ നിന്റെ സന്നിധിയിൽ നിവർന്നു നിൽക്കുവാൻ തക്കോണം, നിത്യതയിലേക്ക് പ്രവേശിക്കാൻ തക്കോണം നീ നിന്റെ മകനെ, നിന്റെ സൃഷ്ടിയെ യോഗ്യനാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയിൽ ആയുസിന്റെ അന്ത്യം വരെ, സഹധർമ്മിയായാലും മക്കളായാലും കൊച്ചുമക്കളായാലും ആയുസിന്റെ അന്ത്യം വരെ ഈ സഹോദരങ്ങളെ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയാണ് ഈ പറയാൻ ഒന്നേ ഉള്ളൂ, നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ. ഇവിടെ പാടിയ പാട്ടിന്റെ അർത്ഥമാണ്, നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ എന്നെയും കൂടെ ഓർക്കണം. അങ്ങനെ പറയാൻ കാരണം ബലഹീനനായ കുട്ടികളും കുറവുകളും വന്നിട്ടുണ്ടാകും. പക്ഷേ ദൈവസന്നിധിയിൽ നിവർന്നു നിൽപ്പാൻ നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് സഹായം ചെയ്യുന്നത്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നത്, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാണ്, അവരുടെ പ്രവൃത്തി അവരെ എത്തിക്കും. കർത്താവിൽ മരിക്കുന്ന മതന്മാർ തികച്ചും ഭാഗ്യവാന്മാർ. എല്ലാ മനുഷ്യർക്കും പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമം അത്യാവശ്യമാണ്, മരണത്തിലൂടെ സാധ്യമാകുന്നതാണ്. അതുപോലെ നമ്മെ അനുഗമിക്കുന്നത് നാം നേടിയതല്ല, കാതലുള്ള, കനമുള്ള, കാമ്പ് നിറഞ്ഞ ഒരു ആത്മീയ ജീവിതമാണ്. അത് ആ പ്രവൃത്തിയാണ് നമ്മെ അനുഗമിക്കുന്നത്. ഇങ്ങനെ നമുക്ക് സന്തോഷത്തോടെ, സ്നേഹത്തോടെ ഒരു നാൾ കണ്ടുമുട്ടാം, നിത്യതയിൽ കണ്ടുമുട്ടാം എന്നുള്ള ആ ഒരു വലിയ വാക്കുകൊടുത്തുകൊണ്ട് നമുക്ക് കർത്താവിനെ, അപ്പനെ, അമ്മാനെ സമാധാനത്തോടെയാണ്. വേദനിച്ചിരിക്കുന്ന, പ്രയാസപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവം തന്നെ സമാധാനം. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു.
ആകെയൽപ്പനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, ആകെയര നാഴിക മാത്രം ഈ ഉടുപ്പു മാറ്റുവാൻ, സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉണരുന്നു. അപ്പോഴുമെൻ മനസ്സിൻ്റെ സ്വപ്നം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ഈ പ്രപഞ്ച സുഖം തേടാൻ ഇപ്പോഴല്ല സമയം. എൻ സ്വദേശത്ത് ചെല്ലേണം, യേശുവിനെ കാണണം. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കർത്തൻ വരും, മരിച്ചവരെ ഉയിർപ്പിക്കും, മൃതിയടഞ്ഞ സകലർക്കും നല്ല പ്രത്യാശ നൽകുകയും ചെയ്തിടുമല്ലോ. എന്നെ മനഞ്ഞുണ്ടാക്കി നിന്റെ കൈ എന്റെ മേൽ വെച്ചു. ഞാനുണ്ടാകും മുൻപ് നീ എന്നെ മണ്ണിൽ നിന്നും മനഞ്ഞുണ്ടാക്കി. ഞാനോ നിദ്ര പ്രാപിച്ചതിന സ്തുതിച്ചിടാൻ ഉയർപ്പിക്കെന്നെ. ഒരുപാടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആദ്യം ഈ മൃതദേഹമാണ് കൊണ്ടുപോകേണ്ടത്. അതിനുശേഷം വൈദികർ, അതിനുശേഷം ജനം താഴ്ത്തിയായിരിക്കണം കൊണ്ടുപോകേണ്ടത്. മൃതദേഹം നടന്നു പോകുന്നത് കാൽഭാഗം മുമ്പിലേക്കാണ്. കരുണകൾ സമ്പുഷ്ടമായിരിക്കട്ടെ. ദൈവപുത്ര ഞങ്ങളുടെ നാമമായിച്ചോരെ ഉയർപ്പിക്കണേ. നിൻ രാജ്യത്തെ അവരെല്ലാം പാപത്തോടെ ധരിപ്പിക്കണേ.
കൽപ്പന കൊണ്ടുപോയെന്നെ ഞാൻ എണീറ്റു നിന്നെ സ്തുതിപ്പാൻ നിന്ദയാൽ വീക്ഷിക്കട്ടെ. അനാഥൽ നീക്കുമാമീനമേ ഞങ്ങളുടെ രക്ഷകനായ കർത്താവീശോ നിനക്കു സ്തുതി. മാരണമോ നിൻ കൈകളിൽ ജീവൻ നിന്നിൽ തൽക്കാലമല്ല. ദൈവത്തിന് തിരുവിഷ്ടം തോന്നി സത്യവിശ്വാസി ദാസനെ കൂട്ടിച്ചേർത്തുവല്ലോ. എല്ലാ നീതിമാന്മാരുടെയും ഉദ്ദിഷ്ട സ്ഥലത്തേക്ക് താൻ തന്നെ ഈ ദാസനെ എത്തിക്കുമാറാകട്ടെ. മണ്ണിലുറങ്ങുന്ന എല്ലാവരെയും ഉയർപ്പിച്ച് എഴുന്നേൽപ്പിക്കുകയും നീതിമാന്മാരും പരിശുദ്ധന്മാരുമായ എല്ലാവർക്കും നല്ല അവസാനം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഈ ദാസനെയും പിടിച്ച് തന്റെ വലത്ത് ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ഈ പുസ്തകത്തിൽ ഈ ദാസന്റെ പേരിനെയും ചേർക്കുമാറാകട്ടെ. തന്റെ കരകടക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഈ ദാസനെയും എണ്ണുമാറാകട്ടെ. കൃപയാലും അങ്ങയുടെ ദയയാൽ നിങ്ങളുടെ ജീവനെ സന്ദർശിക്കുകയും അങ്ങയുടെ കാരുണ്യത്തിന്റെ സമൃദ്ധിയായ കവിഞ്ഞൊഴുക്കിനാൽ തങ്ങളുടെ ലംഘനങ്ങളെ മോചിച്ച് മായ്ച്ചു കളഞ്ഞ് ദൂരീകരിക്കുകയും പുനരുത്ഥാനത്തിന്റെ പ്രത്യാശന്മേൽ നിദ്ര പ്രാപിച്ച അങ്ങയുടെ ദാസന് ഉത്തമമായ പുനരുത്ഥാനം നൽകുകയും ചെയ്യണമേ. നാശമില്ലാത്ത പുനർജനനത്തിൽ നമ്മുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ കർത്തൃത്വത്തിന്റെ ആധികാരികമായ കൽപ്പന വാഴ്ത്തപ്പെട്ടതാകുന്നു. ഞങ്ങളുടെ മരണത്തിന്റെയും ജീവന്റെയും നാഥനായ പിതാവും പുത്രനും ൂഹാദുപുദശായുമായുള്ളവേ മധ്യതയാൽ ജീർണിച്ചതാം സ്വഭാവമേ ദുഃഖം വേണ്ട നിനക്കൊട്ടും ഇക്കാര്യത്തിൽ ദേഹത്തിനും ആത്മാവിനും ഉള്ളതായ പുതുക്കത്തെ പറ്റി വേണ്ട സംശയവും എഴുന്നേറ്റ് പുനരുത്ഥാനത്തെ പറ്റി ഘോഷിച്ചിടും ശബ്ദങ്ങളെ ശ്രദ്ധിക്കുകയും മരണത്തിനുണ്ടാകുവാനിരിക്കുന്ന പ്രത്യാശയിൽ ധൈര്യത്തെയും കൈക്കൊള്ളുക. സ്ത്രീകളെ പ്രവാചകനാത്മാവിനാൽ ഘോഷിച്ചിടുന്നതിനെയും അവന്റെ കേട്ടിടുക. ചെകിടർക്കു നേരെയുള്ള കാരണങ്ങൾ പറയുമ്പോൾ കേൾക്കുകയോ അവനായി ശരീരത്തെ മുഴുവനും മുറുകിടാൻ കൂട്ടുകയാൻ ചെയ്തിരുന്നു. അവൻ ശബ്ദം ദേഹത്തിനും ആത്മാവിനും ഒരേ ഒരു പുതുക്കമായി ഉദ്ഘോഷിച്ചു. മരിച്ചവർ ജീവിപ്പാനായി ആശ്വാസത്തിൽ ആശ്രയവൻ അവരെയും കുടിപ്പിച്ചു. മനുഷ്യന്റെ പുതുക്കത്തെ ഒരേ ഒരു വിരലു കൊണ്ടെന്ന പോലെ ചൂണ്ടിക്കാട്ടും. മർത്യതയെ പുതുക്കുന്ന അവന്റേതാം ശബ്ദം തന്നെ വീണ്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. പൊടിയും തൂരുമ്പുമായി തീർന്ന എത്ര എത്ര വീരന്മാരാണ് ഇവിടെ. ഷിയോലിന്റേതാം ഗർഭമതിൽ തന്നെ നിദ്ര കൊണ്ടിടുന്നതെന്ന് വന്നു മനുഷ്യന്റെ കഴിയാ വിധത്തിൽ രാജാക്കളുടെയും അവർ തന്ത്രജ്ഞന്മാരുടെയും എല്ലുകൾ സംഘലിത അസ്ഥി കൂട്ടം വന്നു കണ്ടാം. പ്രതീക്ഷിച്ചുകൊണ്ടോ ഞങ്ങൾ നിവസിക്കാം. ചഞ്ചല മനസ്സരാകും സദുക്കേരെ അവൻ തന്നെ പരിഹസിച്ചിടുന്നതും ദൈവികമാം ന്യായ പ്രമാണങ്ങളാലേ അവരെ താൻ വിധിപ്പതും കേട്ടിടുക. നിങ്ങൾ സ്വയം തെറ്റിപ്പോയിടുന്നുവെന്നും നിങ്ങൾക്കു തിരുവെഴുത്ത് വായിപ്പാനും അവയുടെ വാക്യാർത്ഥത്തിൽ ശക്തിയെയും ഗ്രഹിപ്പാനോ കിട്ടില്ലെന്നും അരുൾ ചെയ്തു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഭേദമില്ലെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. സഞ്ചരിക്കാം.
നീതിമാന്മാർ വസിക്കുന്ന രാജ്യത്തിൽ അങ്ങയുടെ ദാസന്റെ ആത്മാവിനെ ആശ്രയിക്കണമേ. നാം പ്രാർത്ഥിക്കുവാൻ നമ്മോടുകൂടെ മണ്ണാകുന്നു മണ്ണിലേക്ക് തന്നെ നീ തിരികെ ചേരുന്നത് നിന്നെ കുറിച്ച് കൽപ്പിച്ചിട്ടുള്ള ദൈവം. നീ ധരിച്ച വിശുദ്ധ നീ കൈക്കൊണ്ട വിശുദ്ധ രഹസ്യങ്ങൾ എന്നിവ നിന്നെ മോചിക്കുകയും ഭയങ്കരമായ ന്യായാസനത്തിങ്കൽ നിനക്ക് വേണ്ടി നിൽക്കുകയും ചെയ്യുമാറാണ്. ഞാൻ നിന്നിൽ ആശ്രയിച്ചിരിക്കുന്ന ഞാൻ ലജ്ജിച്ചു പോകരുതേ. കർത്താവ് ഞങ്ങൾ ഉയർത്തും പുനരുത്ഥാനമാകും ഏതിലോ ആ ക്രൂശിനെ ഞങ്ങളെല്ലാം പിതാവായ ദൈവമേ എന്നെ ജീവിപ്പിക്കണേ. പുത്രനായ സിഹായെ ഉയർപ്പിക്കാൻ മർദ്യത പാറക്കിത്തയായുള്ള പരിശുദ്ധാത്മാവേ ആകാശത്തിൻ രാജ്യത്തിൽ എത്തിക്കണമേ എന്നെ. സർവത്തിനാഥൻ നിന്നെ ഞങ്ങൾ പുകഴ്ത്തിയിടുന്നു. ഈശോ മിശിഹായെ നീ ബ്രദർക്കുയിർ നൽകുന്നു. അടക്കപ്പെട്ടവരുടെ പ്രത്യാശയാകുന്നു. ആകയാലോ നിന്നെയും ഞങ്ങൾ സ്തുതിച്ചിടുന്നു. ഞങ്ങൾ പുകഴ്ത്തിയിടുന്നു. ഈശോ മിശിഹായെ നീ ബ്രദർക്കുയിർ നൽകുന്നു. അടക്കപ്പെട്ടവരുടെ നൽപ്രത്യാശയാകുന്നു. ആകയാലോ നിന്നെയും ഞങ്ങൾ സ്തുതിച്ചിടുന്നു. ആത്മാവിനയക്കുന്നവ സൃഷ്ടിക്കപ്പെടുക. മനുഷ്യതാവിലേക്ക് തിരിച്ചിരിക്കുന്നു. മനുഷ്യന്മാരെ നിങ്ങൾ തിരികെ ഒരു നല്ല രാത്രിയാമം പോലെ വിളിക്കുന്നു. അവരെ പുല്ല് പോലെ മാറ്റാം. അതിനാവിലെ മാറി വൈകുന്നേരം അത് വാടുകയും ഉണങ്ങുകയും ചെയ്യുന്നു. വലപ്പാടില്ലാതെയായി പോയി. ഞങ്ങളുടെ ആയുസിനെ നാളെ 7 സംവത്സരം അതിന് പ്രയാസം ഞങ്ങളെ ഉഷ്ണാക്കുകയും ചെയ്തു. കർത്താവേ ഉണ്ടാക്കുകയും ചെയ്തതില്ല. ഞങ്ങളുടെ കർത്താവിന്റെ മേലുണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവേ നീ തലമുറ തലമുറ പർവ്വതങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പേ രാജാവായ ഞങ്ങൾ അവന്റെ നാം പ്രാർത്ഥിക്കുക. നമ്മോടുകൂടെ അങ്ങയുടെ ജീവനുള്ളതും ജീവൻ നൽകുന്നതുമായ ശബ്ദം. അങ്ങയുടെ ജീവനുള്ളതും ജീവൻ നൽകുന്നതുമായ ശബ്ദം. ദാസനെ താൽക്കാലിക ഉയർപ്പിനായി വിളിച്ചെഴുന്നേൽപ്പിച്ചതായ ആ ശബ്ദം തന്നെ നിന്റെ ദാസനെയും നീതിമാനായ പ്രാപിച്ചിരിക്കുന്നവരെ പുനർജീവിപ്പിക്കുകയും ജീവനുള്ളവരെ തന്റെ കരുണയുടെ സമൃദ്ധിയായ ഒഴുക്കിനാൽ കാത്തു സംരക്ഷിക്കുന്നവനുമായുള്ളവേ, അങ്ങയുടെ പുനരുത്ഥാന പ്രത്യാശ നിദ്ര പ്രാപിച്ചിരിക്കുന്ന നിന്റെ ദാസനെ ഉത്തമമായ ഉയർത്തെഴുന്നേൽപ്പ് നൽകണമേ. ഞങ്ങളുടെ മരണത്തിന്റെയും ജീവന്റെയും നാഥനായ പിതാവും പുത്രനും യുമായുള്ളവേ. ഈ സെമിത്തേരിയിലാണ് വരാവുന്നത്. അതിനുശേഷം ഈ ഭവനത്തിൽ വെച്ച് കാറോട്ടിലെ ഭവനത്തിൽ വെച്ച് അന്യത ഉണ്ടായിരിക്കും. പ്രാർത്ഥനാ ശുശ്രൂഷയുണ്ടായിരിക്കും. എല്ലാ ശുശ്രൂഷകളിലും പങ്കെടുത്ത് ഈ ദേവദാസന് വേണ്ടി പ്രാർത്ഥിക്കണം.
കാലത്തിൻ്റെ ഒരു പ്രത്യേകതയായതുകൊണ്ടാണ് ചില നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം എന്ന് പ്രത്യേകം താല്പര്യം. സർവനാഥനായ ദൈവമേ, തന്നെ പ്രസാദിപ്പിക്കുകയും തന്റെ ഇഷ്ടം പോലെ പെരുമാറുകയും ചെയ്ത എല്ലാ നീതിമാന്മാരോടും നിർമ്മലന്മാരോടും കൂടെ നിന്റെ ഈ ദാസൻ ഉത്തമമായ ഉയർത്തെഴുന്നേൽപ്പും നീതിയുടെ മഹത്വമേറിയ പുനർജീവനും തന്റെ മുൻപാകെയുള്ള പ്രസാദമുഖവും നൽകുമാറാണ്. ഞങ്ങളിൽ നിന്നും വിട്ടുപിരിഞ്ഞ് തന്റെ അടുക്കിലേക്ക് യാത്ര പുറപ്പെടുകയും കടന്നു പോവുകയും ചെയ്തിരിക്കുന്ന മിശിഹായുടെ അവയവത്തെ ആഘോഷപൂർവ്വം എതിരേൽക്കുകയും ബഹുമാനിക്കുകയും സംസ്കരിക്കുകയും ചെയ്തതായ നിങ്ങളുടെ മുഴുവൻ ജനക്കൂട്ടത്തിന്മേൽ ആരാധ്യനായ നമ്മുടെ ദൈവത്തിൻ്റെ ദയയും കരുണകളും കൃപയും വന്ന് നിഴലിച്ച് ആവസിച്ച് ഒഴുക്കപ്പെടുകയും ആശ്വസിപ്പിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ ആഗമനം വരേക്കും ഈ കല്ലറ മുദ്രയിടപ്പെട്ടതും കാക്കപ്പെട്ടതുമായിരിക്കും. അവൻ്റെ സ്തുതി നമ്മുടെ മേലും അവൻ്റെ കരുണകളും ദയയും എല്ലാ കാലങ്ങളിലും സമയങ്ങളിലും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആശ ഉത്സവൻ മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ ആഗമനം വരേക്കും ഈ കല്ലറ മുദ്രയിടപ്പെട്ടതും കാക്കപ്പെട്ടതുമായിരിക്കട്ടെ. പാപക്കറയിൽ നിന്നെല്ലാം പരിശുദ്ധി പ്രാപിക്കണേ. തിരുശരീര രക്തങ്ങൾ കൈക്കൊണ്ടവരുടെ Hallelujah.